എല്ലാരും പുറത്തുണ്ട്, ഞാൻ മാത്രം അകത്തുണ്ട്. അതൊന്ന് കണ്ടോക്കി. ഹലോ, ഹായ്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ. അത് വേറൊരു കാരണം കൊണ്ട് കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ അങ്ങനെ നല്ല പ്രകൃതി രമണീയമായിട്ട് നല്ല സുന്ദരമായിട്ട് ഒരുക്കിയിട്ടുള്ള ഗാർഡൻ. ഇത് നമ്മുടെ പൊന്നാനി കുട്ടികൾക്കും സ്ത്രീകൾക്കുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. പൊന്നാനി ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിൻ്റെ മുൻവശമാണ് നല്ല അടിപൊളിയായിട്ട് ഭംഗിയാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വേറൊരു രസമുണ്ട്, അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നല്ല രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് ചില ആളുകൾ കാട്ടി വെച്ച ഇത് ഇടയ്ക്ക് ഞാൻ എടുക്കണമെന്ന് വിചാരിക്കും, പിന്നെ അത് വിട്ടുപോകുന്നതാണ്. അപ്പോൾ അത് പ്രാവശ്യം പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ ബൈക്ക് അവിടെ സ്റ്റാഫിൻ്റെ പാർക്കിംഗ് തോന്നുന്നു. എന്തായാലും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 ചക്ര വാഹനം 4 ചക്ര വാഹനത്തിനൊക്കെ ഈ ഭാഗമാണ് പാർക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് അവിടെ വരുന്നവർക്കൊക്കെ അറിയാം. 2 സൈഡിലായിട്ടാണ് പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ അതിലൊരു സൈഡ് ഇപ്പം നിങ്ങൾ കണ്ടു, മറ്റേ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മറ്റൊരു സൈഡ്. ഇവിടെ ഒരു ഭാഗത്ത് വലിയ ശല്യമില്ലാതെയാണെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ട് ബൈക്കുകൾ. 2 ഭാഗത്തായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു ബൈക്ക്, ഒരു വിരുദ്ധൻ. നമ്മൾ വിചാരിച്ച് കുറച്ച് സാമർഥ്യമുള്ള ഏതെങ്കിലും ആണുങ്ങൾ ചെയ്തതാണെന്ന്. പക്ഷേ പോകുന്ന നേരത്തെ നമ്മൾ ആ ബൈക്ക് എടുക്കുന്ന ആളെ കണ്ടു, അതൊരു സ്ത്രീയാണ്. അതിൻ്റെ മകനുമായിട്ട് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും അപ്പോൾ അവരെ ബൈക്കാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്നുകൂടി ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. നമ്മളെല്ലാവരും പുറത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെ വണ്ടിയും വെയിലത്ത് തന്നെയാണ്. അപ്പോൾ ഇതൊരു സാമർഥ്യം കൂടിയപ്പോൾ അത് വെയിലത്തുനിന്ന് ഉള്ളിലേക്ക് മാറ്റി വെച്ചേക്കാണ്. ഇത് കണ്ടില്ലേ, എല്ലാ വണ്ടികളും പുറത്താണ്, ആ ലൈനിൻ്റെ പുറത്താണ് വെച്ചിട്ടുള്ളത്. എല്ലാ വണ്ടി വെയിൽ കൊണ്ടിട്ടാണ്. ചില വണ്ടികൾക്ക് മാത്രമാണ് മരത്തിൻ്റെ തണലുള്ളൂ, എങ്കിലും അതൊക്കെ പുറത്താണ്. എല്ലാ വണ്ടി പുറത്താണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു വണ്ടി കണ്ട, ഒരു വണ്ടി മാത്രം അകത്ത് കയറ്റി വെച്ചിരിക്കണം. അത് എത്രത്തോളം ഉണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഗൗരവം കാണില്ല. ഒരു വണ്ടി എല്ലാം പുറത്താണ്, ഒരു വണ്ടി മാത്രം അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തിക്കോളിട്ടാ.